ഗുഡ് മോർണിംഗ്. എ വെരി വാം വെൽക്കം ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ പിക്ചർ ബേസ്ഡ് ഓൺ അവർ സ്കൂൾ. ഓക്കെ, ഇന്ന് നമ്മൾ ലിബ്രെ ഓഫീസ് ഡ്രോ എന്ന സോഫ്റ്റ്വെയറിൽ ഒരു പിക്ചർ വരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചൊരു പിക്ചർ. നമ്മുടെ സ്കൂളും അതുപോലെ 6, 7, 8 ക്ലാസ്സുകളും അതിൻ്റെ ഡിവിഷൻസും. ഓക്കെ, 6, 7 and 8 standards and the division of classes. Okay, okay, let's open applications office LibreOffice Draw. Applications office LibreOffice Draw. Okay, ചേഞ്ച് ദ ഓറിയൻറ്റേഷൻ. ഇവിടുന്ന് ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യുക, ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, യെസ്, there are so many tools in this left side. ഓക്കെ, ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ജസ്റ്റ് സെലക്ട് ദാറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് വി ക്യാൻ ഡ്രോ rectangle here. Okay, you can see a small green squares in sides of this rectangle. ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡുകളിൽ എന്താണ്, ഒരു പച്ച നിറത്തിലുള്ള സ്ക്വയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ടൈപ്പ് ഇൻ ദിസ് റെക്റ്റാങ്കിൾ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ റെക്റ്റാങ്കിൾ. ഓക്കെ, യു ക്യാൻ ടൈപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് യു ക്യാൻ റൊട്ടേറ്റ് ദിസ് റെക്റ്റാങ്കിൾ. നിങ്ങൾക്ക് ഈ റെക്റ്റാങ്കിൾ റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെ? ജസ്റ്റ് ക്ലിക്ക് വൺസ് അഗെയിൻ ഇൻ ദ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിൾ സൈഡ്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മുടെ ഗ്രീൻ സ്ക്വയേഴ്സ് മാറി അല്ലേ. ഓക്കെ, ഈ ജസ്റ്റ് ഈ സർക്കിളിൽ പോകുമ്പോൾ ഈ സിമ്പിൾ കണ്ട നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് റൊട്ടേറ്റ് like this. You can rotate the rectangle this way. Okay, and this is connector tool. Okay, you can select like any connector to tool from here. Okay, 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 we are going to create a picture. Okay, first click on ellipse tool. Ellipse tool. Okay, just place that ellipse in center. അത് സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യുക അല്ലേ. just select the ellipse and change the color under area section. ഏരിയ സെക്ഷനിൽ എന്ത് ചെയ്യുക, ഫിൽ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ റൈറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ, ഓക്കെ, യു ക്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സ്കൂൾ. ഓക്കെ, then we have to draw 6th, 7th and 8th classes. Okay, just select the rectangle tool and draw like this and press and hold the control key ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ കോപ്പി എടുക്കുക. ഓക്കെ, വൺ മോർ റെക്റ്റാങ്കിൾ. ഓക്കെ, യെസ്, ഇത് നമുക്ക് ഇഷ്ടമില്ല കളർ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ദ കളർ ഫ്രം ഹിയർ. You can change the color from here. ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ല കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ് 6, ക്ലാസ് 7,
double click uh, inside the rectangle, then class 8. Okay, and just create the division of these classes. ഈ ക്ലാസ്സിൻ്റെ ഡിവിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സിക്സ്ത് സ്റ്റാൻഡേർഡിന് 4 ഡിവിഷൻസാണ് ഉള്ളത് അല്ലേ, എ ബി സി ആൻഡ് ഡി. ഓക്കെ, take the just select the tool rectangle. Okay, just copy that rectangle. Okay, yes, and seventh standard there are 3 division. Okay, a b and c. You have to create the and copy the shape. Okay, and 8th standard there are only 2 division. Okay, just copy. Okay, once more. Okay, finished. And type the division 6a, 6b, and 6c. Okay, and 6d. Here 7a, 7b, 7c. In 8th standard 8a, 8b. Okay, then you have to draw lines draw ചെയ്യണം അല്ലേ. ലൈൻ ടൂൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, ലൈൻസ് ഇവിടുന്ന് ഇങ്ങനെ ഡ്രോ ചെയ്യാം. സെലക്ട് ദ ലൈൻ ടൂൾ. ഓക്കെ, ഓക്കെ, ഇവിടെ ഈ രീതിയിൽ നമുക്ക് ലൈൻസ് ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഓക്കെ, അതേപോലെ ലൈൻസ് ഇവിടെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ലൈൻസ് ഡ്രോ ചെയ്യാം. ഓക്കെ, യെസ്, ലൈക്ക് ദിസ് വേ in 7th standard. Okay, okay, then 8th standard. Okay, this is the picture based on
class and division, and you can change the color from here. Select the shape and choose the color from here. Okay. Yes. Okay. Yes, we created uh, the picture of our school, class 6, 7, 8, and their divisions. Okay. Okay, we can type texts from here. Click on insert text box and just draw the box and type the school name. Okay. St. Joseph's HS Pushpagiri. Okay, and select the text, and we can align its center, and I change the font size from here. Okay, and we can bold the text and change the color. Okay, then we can add the clip arts from property, gallery, school and university section. ഇവിടെ നമുക്ക് ഇഷ്ടമില്ല എന്താണ് പിക്ചേഴ്സ് നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇതിനെ നമുക്ക് റീസൈസ് ചെയ്യാം. സ്ക്വയേഴ്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് റീസൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ സ്കൂൾസിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് പിക്ചർ ഉണ്ട്. അതും നമുക്ക് ഇവിടെ ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഈ സ്ക്വയേഴ്സിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് പിക്ചറിൻ്റെ സൈസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഗോ ടു ഫയലിൽ പോയിട്ട് സേവ് ചെയ്യാം. ഒരു പേര് കൊടുക്കുക, മൈ സ്കൂൾ എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മുടെ സ്കൂളിൽ 6, 7, 8th ക്ലാസ് മാത്രമല്ല 1 to KG മുതൽ 10th വരെ ക്ലാസ്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 6, 7, 8 എന്ന് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ നമുക്ക് സേവ് ചെയ്യാം മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ രീതിയിൽ നമുക്ക് മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ .odg എന്ന് പറയുന്നത് ലിബർ ഓഫീസ് ഡ്രോയുടെ ഡിഫാൾട്ട് ഫയൽ ഫോർമാറ്റാണ്. ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത് യൂസിങ് ദീസ് ടൂൾസ്. നമ്മൾ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തു? എലിപ്സ് ടൂൾ, റെക്റ്റാങ്കിൾ ടൂൾ, ദെൻ പ്രോപ്പർട്ടീസിൽ ഗാലറി പോയിട്ട് എന്ത് ചെയ്തു? 2 പിക്ചേഴ്സ് ആഡ് ചെയ്തു അല്ലേ. ഇതിലുള്ള പിക്ചേഴ്സ് ബുക്സിൻ്റെയും ഒരു ബോർഡിൻ്റെയും പിക്ചർ ആഡ് ചെയ്തു അല്ലേ. അതുപോലെ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് എന്താണ് കറക്റ്റായിട്ട് അലൈൻ ചെയ്തു അല്ലേ. പിന്നെ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്തു, സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ HS പുഷ്പഗിരി എന്നുള്ള ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതുപോലെ നിങ്ങളുടെ എക്സാം ഒക്കെ തുടങ്ങാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എക്സാമിന് ICT-യുടെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററാണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ചാപ്റ്ററിൽ ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ ഒരു ചാപ്റ്ററാണ് അല്ലേ, ലവ്ലി ലെറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്, മലയാളത്തിൽ ഭംഗിയുള്ള അക്ഷരങ്ങൾ. അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ഇൻ ദ കമ്പ്യൂട്ടർ, ഗ്ലോബും മാപ്പും കമ്പ്യൂട്ടറിൽ. പരീക്ഷയ്ക്ക് ആദ്യത്തെ 1, 2 പാഠഭാഗങ്ങളാണ്. ഈ ചാപ്റ്റർ ഇല്ല പരീക്ഷയ്ക്ക്. ഓക്കെ,
ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങളാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 1 and 2. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സ്റ്റഡി വെൽ, ഡു വെൽ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ, ഗുഡ് ബൈ.